Next, analysis of frames without and with sway. ഈ ഒരു പോർഷനിൽ നമ്മൾ വിത്തൗട്ട് സ്വേ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. വിത്ത് സ്വേ സിലബസിൽ ഇല്ലസ്ട്രേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. സോ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. So what do you mean by sway? The side movement of end of column which is in the frame is called sway. ഒരു ഹൊറിസോണ്ടൽ ലോഡ് വന്ന് ആ ഒരു കോളത്തിൽ ഒരു ഇറഗുലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വിത്ത് സ്വേ എന്ന് പറയുന്നത്. അത് ഇങ്ങോട്ടൊരു സ്വേ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവാണ്. ആൻഡ് ഈ ഒരു ഇമേജ് കണ്ടോ, ഇതിൽ സ്വേ ഈസ് പ്രിവെന്റഡ് ബൈ അൺയീൽഡിങ് സപ്പോർട്ട്. ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ ആ സ്വേ പ്രിവെന്റ് ചെയ്യുന്നതാണ്. ഇങ്ങനൊരു ഹൊറിസോണ്ടൽ ലോഡ്, ലാറ്ററൽ ലോഡ് വരുമ്പോൾ. നോ സ്വേ ഡ്യൂ ടു സിമെട്രി. സിമെട്രി കാരണം സ്വേ ഇല്ലാത്ത ഫ്രെയിമാണിത്. ഒരു ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് വരുന്ന യൂണിഫോം ആയിട്ട് ലോഡ് L/2 ഇവിടെ യൂണിഫോം ലോഡ് വരുന്ന ആൻഡ് ഇപ്പോൾ ഹൊറിസോണ്ടൽ ആണെങ്കിലും ഒരു സെയിം ഡിസ്റ്റൻസിൽ ബോത്ത് ഡയറക്ഷൻ ആ ലോഡ് വരുന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് വിത്തൗട്ട് സ്വേ, അത് സ്വേ ചെയ്യില്ല, അതിനൊരു തെന്നി മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. സോ നമുക്ക് അതിന്റെ അനാലിസിസ് നോക്കാം. അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് സ്വേ. സോ ദിസ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ഒരു മെമ്പർ എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രെയിം. ഒരു ടി ഫ്രെയിം വിച്ച് ഈസ് എ ബി സി. സിയിൽ നമുക്കൊരു സിംപ്ലി സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ബി സിയിൽ ഒരു UDL വരുന്നുണ്ട് വിച്ച് ഈസ് 30 kN/m. ആൻഡ് എ ബിയിൽ 120 kN പോയിന്റ് ലോഡ് വരുന്നുണ്ട്. ആൻഡ് ബി സി വിച്ച് ഈസ് 4 meter. അവിടെ ലോഡൊന്നും വരുന്നില്ല. അതൊരു വിത്തൗട്ട് സ്വേ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു ഫ്രെയിമാണത്. സോ നമ്മളത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ അനാലിസിസ് നടത്തുന്നത്. സോ എല്ലാത്തിലെയും പോലെ തന്നെ സ്റ്റെപ്പ് 1 ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാണുക എന്നുള്ളതാണ്. MF ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 120 വരുന്നുണ്ട്, ഇവിടെ ഒരു UDL വരുന്നുണ്ട്. നമ്മളെ AB MFAB minus WL/8 minus 120/4 120 into 4/8 60 kN minus 60 MFBE റിട്ടേൺ തിരിച്ചെടുക്കുമ്പോൾ WL/8 60 kN/m. MFBC UDL വരുമ്പോൾ WL²/12 minus 30 into ഇവിടെ 30 kN/m ആണ് UDL വരുന്നത്. സോ 30 into 4²/12 minus 40 kN/m. And MFCB 40 kN. And MFBD and MFDB equal to 0. അവിടെ ഒരു ലോഡും വരാത്തത് കൊണ്ട് നമ്മളത് അവിടെ which is equal to 0, അവിടെ ഫിക്സഡ് മൊമെന്റ് ഇല്ല. Now step 2 നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കിട്ടിയ ഫിക്സഡ് എൻഡ് മൊമെന്റ്. സോ MAB equal to MFAB plus 2EI/L 2 into 2 theta A plus theta B minus 3 delta L. Delta ഓൾറെഡി നെഗ്ലക്ട് ചെയ്തു, സെറ്റിൽമെന്റ് ഇല്ല. ആൻഡ് തീറ്റ എ അവിടെ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് സ്ലോപ്പ് വരുന്നില്ല. സോ തീറ്റ എ നെഗ്ലക്ട് ചെയ്തു, ബാക്കിയുള്ള രണ്ടും തീറ്റ ബി ആണ്. സോ minus 60 plus 2EI/L. L എന്ന് പറയുന്നത് 4 meter. തീറ്റ ബി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി. ഇനി MBA തിരിച്ചെടുക്കുമ്പോൾ 2EI/L theta A plus theta B minus 3 delta L. ഇത് നെഗ്ലക്ട് ചെയ്തു, തീറ്റ എ നെഗ്ലക്ട് ചെയ്തു, 2 theta B വരും. അതും സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു, ഇക്വേഷൻ നമ്പർ 2 കിട്ടുന്നു. നൗ ഫോർ സ്പാൻ BC. സ്പാൻ BC എന്ന് പറയുന്നത് രണ്ടും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് നമുക്കൊരു UDL വരുന്നതാണ് 30. സോ MFBC minus 40 ആണ്. തീറ്റ ബി ആൻഡ് തീറ്റ സി ആണ് നമ്മുടെ ഇവിടെ തണ്ണം, ഡെൽറ്റ നെഗ്ലക്ട് ചെയ്തു. ആൻഡ് ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഇനി MCB equal to MFCB plus 2EI/L തീറ്റ ബി പ്ലസ് 2 തീറ്റ സി minus 3 delta L. ഇവിടെയും തീറ്റ ബി ആൻഡ് തീറ്റ സി നമ്മുടെ അൺനോൺ ആയിട്ട് വരും, സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു, ഇക്വേഷൻ നമ്പർ 4 കിട്ടുന്നു. നൗ സ്പാൻ BD. സ്പാൻ BDയിൽ നമുക്ക് എന്താ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് വരുന്നില്ല. ഇതാണ് നമ്മുടെ സ്പാൻ BD വരുന്നത്.
ബി സോറി ഇവിടെയാണ് വരുന്നത്, വിച്ച് ഈസ് ബി ആൻഡ് ഡി. ഇതില്ല, ഇവിടെ ലോഡ് ഇല്ലാത്തതുകൊണ്ട് എം ഓഫ് ബി ഡി ഈക്വൽ ടു 0, 2EI/L, L 4 മീറ്റർ ആണ്. ആൻഡ് ഇവിടെ ബിയിൽ നമുക്ക് അവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണ് ഇത് വരുന്നത്, ഫിക്സ്ഡ് അല്ല. സോ തീറ്റ ബി നെഗ്ലക്ട് ചെയ്യാൻ കഴിയില്ല, അത് വരും. തീറ്റ ഡി ഈക്വൽ ടു 0, ഡെൽറ്റ ഈക്വൽ ടു 0. സോ എം ബി ഡി ഈക്വൽ ടു EI തീറ്റ ബി, ഇക്വേഷൻ നമ്പർ 5. ആൻഡ് എം ഡി ബി സെയിം അതേപോലെ തന്നെ നമുക്ക് തീറ്റ ബി വരും, 2 തീറ്റ ഡി, ഡെൽറ്റ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. സോ എം ഡി ബി 6 കിട്ടും, ഇക്വേഷൻ നമ്പർ 6. അങ്ങനെ നമുക്ക് 1 to 6 ഒരു കുറച്ച് ഇക്വേഷൻസ്, എൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് തീറ്റ ബി തീറ്റ സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എൻഡ് മൊമെന്റ് കിട്ടും. സോ നമ്മുടെ എൻഡ് മൊമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എടുക്കും. അതായത് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് വരുന്ന അവിടെ നമ്മൾ മൊമെന്റ്, അവിടുത്തെ സമ്മേഷൻ മൊമെന്റ് ഈക്വൽ ടു 0 കൊടുക്കും. സിഗ്മ എം ബി ഈക്വൽ ടു 0. എം ബിയിൽ എവിടെ എന്തൊക്കെ വരുന്നുണ്ട്, എം ബി എ വരുന്നുണ്ട്, എം ബി സി വരുന്നുണ്ട്, എം ബി ഡി വരുന്നുണ്ട്. ഇതെല്ലാം ഈക്വൽ ടു 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ എ കിട്ടും. ഇനി സിഗ്മ എം സി ഈക്വൽ ടു 0. എം സിയിൽ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ആ വരുന്നത്, അവിടെ എം സി ബി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ബി തീറ്റ സി അൺനോൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ വരും, നമ്മൾ ഇക്വേഷൻ നമ്പർ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് നമ്മൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ EI തീറ്റ ബിയും EI തീറ്റ സിയും നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ എൻഡ് മൊമെന്റ് നമ്മുടെ 1 2 3 4 എന്നുള്ള ഇക്വേഷനിൽ ഈ എം ബി സി, എം സി ബി, എം ഡി ബി, എം ഡി ബി ഇതിന്റെ എല്ലാം ഇക്വേഷനിൽ നമ്മൾ ഈ നമുക്ക് കിട്ടിയ തീറ്റ ബിയും തീറ്റ സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് അങ്ങനെ എൻഡ് മൊമെന്റ് കിട്ടും. ഈ എൻഡ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എടുക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ് വരുന്നത്. സോ WL/4 നമുക്ക് 120 കിട്ടും. ആൻഡ് ഇവിടെ UDL വരുന്നു, പാരാബോളിക് ആണ് വരിക. ഷേപ്പ് WL²/8 60 കിട്ടും. ഇനി നമ്മൾ എൻഡ് മൊമെന്റ് നമ്മൾ വരച്ചു കൊടുക്കാൻ പോവാണ്. എം എ ബിയിലും എം ബി എയിലും 60, ഇതാണ് നമ്മുടെ 60. ആൻഡ് എം ബി സിയിൽ -60. ഓക്കെ, എം ബി സി വരുമ്പോൾ അവിടെ -60 വരും. ആൻഡ് എം സി ബിയിൽ 0 ആണ്, എം ഡി ബിയിൽ ഇതിലെല്ലാം 0 ആണ്, വിച്ച് ഈസ് 0. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ഫ്രെയിം അനാലിസിസ് ചെയ്യാൻ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സ്റ്റോക്ക് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്. ഇവിടെ ഒരു ഓവർ ഹാങ്ങിങ് വരുന്നുണ്ട്, വിച്ച് ഈസ് 20 kN അവിടെ ലോഡ് വരുന്നുണ്ട്. ബി സിയിൽ 12 kN/m. UDL വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബി എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അത് എല്ലാത്തെയും പോലെ നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് കാണണം. എം എഫ് എ ബി അവിടെ ലോഡ് ഇല്ലാത്തത് കൊണ്ട് എം എഫ് എ ബി ആൻഡ് എം എഫ് ബി എ ഈക്വൽ ടു 0. ദെൻ എം എഫ് ബി സി ഈക്വൽ ടു WL²/12, which is negative, and എം എഫ് സി ബി ഈക്വൽ ടു 16 kN, WL²/12 വെച്ചിട്ട്, which is positive. ഇനി അടുത്തത് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അടുത്ത മെത്തേഡ്. സോ എം എ ബി ഈക്വൽ ടു എം എഫ് എ ബി 2EI/L 2 തീറ്റ എ ഇൻറ്റു 2 തീറ്റ എ പ്ലസ് തീറ്റ ബി -3 ഡെൽറ്റ എൽ. ഡെൽറ്റ നെഗ്ലക്ട് ചെയ്തു. തീറ്റ എ സിംപ്ലി സപ്പോർട്ടഡ് ആണ്, നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ഇവിടെ അൺനോൺ ആയിട്ട് തീറ്റ ബി വരും. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. നെക്സ്റ്റ് എം ബി എ ഈക്വൽ ടു, ഇതിൽ നമ്മൾ തീറ്റ എ നെഗ്ലക്ട് ചെയ്യുന്നു, ഡെൽറ്റ നെഗ്ലക്ട് ചെയ്യുന്നു. 2 തീറ്റ ബിയിൽ നമുക്കൊരു ഇക്വേഷൻ വരും, അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. നെക്സ്റ്റ് എം ബി സി, ബി സിയിൽ UDL ആണ് വരുന്നത്. ദിസ് ഇസ് ദ ബി സി, which is m of BC plus 2 theta
I/L to theta v plus theta c. ഇതിൽ അൺനോൺ ആയിട്ട് തീറ്റ ബി മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മുടെ ഇക്വേഷൻ 3 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് എം സി ബിയിലും തീറ്റ ബി അൺനോൺ ആയിട്ട് വരുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് എം ബി ഡി എന്ന് പറഞ്ഞാൽ ഓവർ ഹാങ്ങിങ് ആയിട്ട് വരുന്നതാണ്, വിച്ച് ഇസ് 20 into 1 20 kilonewton. നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. ഓക്കെ, ഇനി ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുക്കുന്നു. നമ്മുടെ ബി എന്ന് പറഞ്ഞ ജോയിന്റ് വിച്ച് ഈസ് ഈക്വൽ ടു അവിടുത്തെ സമ്മേഷൻ, മൊമെന്റിന്റെ സമ്മേഷൻ ഈക്വൽ ടു 0 കൊടുക്കുക. സോ എം ബി എ പ്ലസ് എം ബി സി പ്ലസ് എം ബി ഡി ഈക്വൽ ടു 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ ഐ തീറ്റ ബി നമുക്ക് -1.01 കിട്ടും. ഇത് നമ്മളുടെ ബാക്കി ഇക്വേഷനിൽ 1 2 3 ഇതിലെല്ലാം ഇ ഐ തീറ്റ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് മൊമെന്റ് ആയിട്ടുള്ള എം എ ബി, എം ബി എ ആൻഡ് എം ബി സി, എം സി ബി കിട്ടും. എന്നിട്ട് നമുക്ക് നമ്മുടെ മൊമെന്റ് ഡയഗ്രാം വരക്കാം, വിച്ച് ഈസ് ഇവിടെ യു ഡി എൽ വരുന്നതുകൊണ്ട് WL²/8 വരും. ഇത്ര ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുള്ളൂ. ആൻഡ് ഇവിടെ ബാക്കി വരുന്ന എം എ ബി വിച്ച് ഈസ് എ ബി സി ഡി, എം എ ബി ഈസ് ഈക്വൽ ടു -0.8 kilonewton and MBA equal to -1.59. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കിട്ടും. ഇത്രയേ ഉള്ളൂ.